നവംബർ മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ നിരവധി അനുകൂല സാഹചര്യങ്ങളും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും ഒരുപോലെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു നിർണായക സമയമാണ്. ഈ വീഡിയോയിൽ തിരുവോണം നക്ഷത്രക്കാരുടെ 2025 നവംബറിലെ സാമ്പത്തികപരമായ ഗുണഫലങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുന്നു. ഗ്രഹങ്ങളുടെ സ്ഥാനം, തൊഴിൽ, ബിസിനസ്, നിക്ഷേപം, ചെലവുകൾ, കടബാധ്യതകൾ, പുതിയ വരുമാന സ്രോതസ്സുകൾ, കുടുംബ ബഡ്ജറ്റ്, സമ്പാദ്യം എന്നിവയെല്ലാം നോക്കാം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 22ാമത്തെ നക്ഷത്രമാണ് തിരുവോണം. മകരരാശിയുടെ ഭാഗമായി വരുന്ന തിരുവോണം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനും ദേവത മഹാവിഷ്ണുവുമാണ്. തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ വിനയമുള്ളവരും ലക്ഷ്യബോധമുള്ളവരും ദാനശീലരും അറിവ് നേടാൻ താല്പര്യമുള്ളവരും കാര്യങ്ങൾ വ്യക്തമായി ആസൂത്രണം ചെയ്യുന്നവരുമാണ്. ഇവർക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും കാര്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാനും കഴിയും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുന്നവരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവരുമാണ്. എന്നാൽ ചിലപ്പോൾ അമിതമായി മറ്റുള്ളവരെ സഹായിക്കാൻ പണം ചെലവഴിക്കുന്ന പ്രവണതയും ഉണ്ടാകാം. 2025 നവംബറിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം തിരുവോണം നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രൻ മനസ്സുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ്. ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈകാരികമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ചന്ദ്രൻ യാത്രകളുമായും ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആ മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ നൽകാം. മകരരാശിയുടെ അധിപനായ ശനി കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും സ്ഥിരതയുടെയും ഗ്രഹമാണ്. ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും. കഠിനാധ്വാനത്തിന് ഈ മാസം ബലം ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ്. ഈ മാസം വ്യാഴം അനുകൂല സ്ഥാനത്ത് വരുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും. ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തും. ഗുരുവിന്റെ അനുഗ്രഹം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പിന്തുണ നൽകും. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമാണ്. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച ആസൂത്രണ ശേഷിയും വിവേകവും നൽകും. പുതിയ ബിസിനസ് ആശയങ്ങൾക്കും ആശയവിനിമയത്തിലൂടെയുള്ള നേട്ടങ്ങൾക്കും ഇത് വഴിയൊരുക്കും. ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ 2025 നവംബറിലെ സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത്. മൊത്തത്തിൽ അനുകൂലമായ ഗ്രഹസ്ഥിതി സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് ഈ മാസം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ദീർഘകാല നിക്ഷേപങ്ങളിലും കഠിനാധ്വാനത്തിലും ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ്. 2025 നവംബർ തിരുവോണം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി വളരെ നല്ലൊരു മാസമായിരിക്കും. വരുമാനം വർദ്ധിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും. നിങ്ങളുടെ ചിട്ടയായ സമീപനം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ വിജയം നൽകും. നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മെച്ചപ്പെടുന്നതിലൂടെയോ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിലൂടെയോ ഇത് സംഭവിക്കാം. ദീർഘകാലമായി കാത്തിരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഈ മാസം ലഭിക്കാം. തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നവരാണ്. ഈ മാസം നിങ്ങളുടെ ഈ സ്വഭാവം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും അത്യാവശ്യമുള്ളവ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുക. വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനം കാരണം ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കും. ലോട്ടറി, പാരമ്പര്യ സ്വത്ത്, പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം അല്ലെങ്കിൽ മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും പണം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും. ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. പണത്തിന്റെ ഒഴുക്ക് നല്ല നിലയിലായിരിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാകും. കടങ്ങൾ വീട്ടാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ഇത് ഉപകരിക്കും. തൊഴിൽ ചെയ്യുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങളും സാമ്പത്തികപരമായ ഉന്നതിയും കൊണ്ടുവരും. നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രകടനവും അർപ്പണബോധവും മേലധികാരികൾ അംഗീകരിക്കുകയും സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മാസ വരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും. നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കരിയറിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിലും ജോലികളിലും മികച്ച വിജയം നേടാൻ കഴിയും. നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങളും ആസൂത്രണ ശേഷിയും അംഗീകരിക്കപ്പെടും. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരത്തിനും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും. ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും ദീർഘകാല പ്രയോജനങ്ങളുള്ള പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും.
പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ്. പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. നിങ്ങളുടെ ചിട്ടയായ സമീപനവും മികച്ച ആശയവിനിമയ ശേഷിയും പുതിയ വിപണന തന്ത്രങ്ങൾ വിജയിപ്പിക്കുന്നതിന് സഹായകമാകും. ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ബിസിനസിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ്. ഹ്രസ്വകാല നിക്ഷേപങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. ഭൂമി, കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ്. മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളിലും നിക്ഷേപിക്കാൻ നല്ല സമയമാണ്. സ്വർണം, വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. മുൻപ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ നിക്ഷേപ അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. ഇവയെക്കുറിച്ച് പഠിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. സുരക്ഷിതമായ നിക്ഷേപങ്ങളായ സർക്കാർ ബോണ്ടുകളിലും സ്ഥിര നിക്ഷേപങ്ങളിലും പണം നിക്ഷേപിക്കാൻ ഈ മാസം താല്പര്യം കാണിക്കാം. ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ആവശ്യങ്ങൾ, വാഹന റിപ്പയർ, വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ്. തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ അമിതമായി പണം ദൂർത്തടിക്കാൻ സാധ്യതയില്ലാത്തവരാണ്. എന്നിരുന്നാലും പ്രധാനപ്പെട്ടതും ഗുണകരവുമായ കാര്യങ്ങളിൽ മാത്രം പണം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായ ഒരു ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികപരമായ സുരക്ഷിതത്വം നൽകും. നിങ്ങളുടെ വരുമാനം, ചെലവുകൾ, നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. വീടുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കോ മെച്ചപ്പെടുത്തലുകൾക്കോ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വത്തിന് മൂല്യം വർദ്ധിപ്പിക്കും. ചിലർക്ക് തീർത്ഥാടനങ്ങൾക്കോ പഠനപരമായ ആവശ്യങ്ങൾക്കോ യാത്രാപരമായ ആവശ്യങ്ങൾക്കോ പണം ചെലവഴിക്കേണ്ടി വരാം. ഇത് ആസൂത്രണം ചെയ്ത് ചെയ്യുന്നത് ചെലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും. വർദ്ധിച്ച വരുമാനം കടങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും. അത്യാവശ്യമില്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഭവന വായ്പ, വിദ്യാഭ്യാസ വായ്പ പോലുള്ള കാര്യങ്ങൾക്ക് മാത്രം വായ്പ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിലവിലെ കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ലോൺ ഏകീകരണം പോലുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത് നിങ്ങൾക്ക് പ്രധാന വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം നേടിത്തരും. നിങ്ങളുടെ മനസ്സിലുള്ള പുതിയ ബിസിനസ് ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും തുറന്ന് സംസാരിക്കുക. ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കും. എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ ഭാവി ആവശ്യങ്ങൾക്കോ വേണ്ടി പണം നീക്കിവെക്കാൻ ഇത് നല്ല സമയമാണ്. വിദ്യാഭ്യാസ വായ്പകളെക്കുറിച്ചോ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതികളെക്കുറിച്ചോ ചിന്തിക്കാം. നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളിൽ നിന്ന് ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നത് സാമൂഹിക പ്രതിബദ്ധത വർദ്ധിപ്പിക്കുകയും ആത്മസംതൃപ്തി നൽകുകയും ചെയ്യും. വിഷ്ണു ഭഗവാന്റെ പ്രീതിക്കായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വിരമിക്കൽ കാലത്തേക്കുള്ള പെൻഷൻ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. എത്രയും നേരത്തെ നിക്ഷേപം ആരംഭിക്കുന്നത് നല്ലതാണ്. ആരോഗ്യപരമായ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് പോളിസി അത്യാവശ്യമാണ്. ഇത് അപ്രതീക്ഷിത ചികിത്സാ ചെലവുകളിൽ നിന്ന് സംരക്ഷണം നൽകും. പുതിയ അറിവുകൾ നേടുന്നതിനും പഠിക്കുന്നതിനും തിരുവോണം നക്ഷത്രക്കാർക്ക് താല്പര്യം കാണും. ഇത് ഭാവിയിൽ മികച്ച വരുമാനം നേടുന്നതിന് സഹായകമാകും. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രന്റെ അനുഗ്രഹം ലഭിക്കാൻ ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും അർച്ചനകളും നടത്താം. തിങ്കളാഴ്ചകളിൽ ശിവനെ ആരാധിക്കുന്നത് മനസമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകും. നിങ്ങളുടെ നക്ഷത്ര ദേവതയായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് എല്ലാ തടസ്സങ്ങളും നീക്കാനും ഐശ്വര്യവും സമൃദ്ധിയും നൽകാനും സഹായിക്കും. ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ശനിയുടെ ദോഷകരമായ സ്വാധീനങ്ങളെ കുറയ്ക്കാൻ ശനി മന്ത്രങ്ങൾ ജപിക്കുകയും ശനിയാഴ്ചകളിൽ ശനീശ്വരനെ ആരാധിക്കുകയും ചെയ്യുക. ദീർഘകാല പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശനിയുടെ അനുഗ്രഹം നേടാൻ സഹായിക്കും. വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനം നിലനിർത്താൻ വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിയെയോ ഗുരുവായൂരപ്പനെയോ ആരാധിക്കുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക, പ്രത്യേകിച്ച് അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും. ജ്യോതിഷപരമായ കാര്യങ്ങൾക്കപ്പുറം നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിലേക്കുള്ള പ്രധാന താക്കോലുകളാണെന്ന് തിരിച്ചറിയുക.
പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോവുക. 2025 നവംബർ മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി വളരെയധികം സാധ്യതകളും അവസരങ്ങളും നൽകുന്ന ഒരു മാസമാണ്. വരുമാനത്തിൽ വർധനവ്, തൊഴിൽ, ബിസിനസ്, നിക്ഷേപ മേഖലകളിൽ നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ചിട്ടയായ സമീപനവും അറിവ് നേടാനുള്ള താല്പര്യവും ഈ മാസം സാമ്പത്തിക വിജയങ്ങൾക്ക് വഴിയൊരുക്കും. ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും. ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.